കർത്താവ് നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച പരിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അധ്യായം 10, 28 മുതലുള്ള തിരുവചന ഭാഗം. അക്കാലത്ത് പത്രോസ് യേശുവിനോട് പറഞ്ഞു, ഇതാ ഞങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കുന്നു. യേശു പ്രതിവചിച്ചു, സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നെ പ്രതിയും സുവിശേഷത്തെ പ്രതിയും ഭവനത്തെയോ സഹോദരന്മാരെയോ സഹോദരിമാരെയോ മാതാവിനെയോ പിതാവിനെയോ മക്കളെയോ വയലുകളെയോ ത്യജിക്കുന്നവരിലാർക്കും ഇവിടെ വച്ച് തന്നെ 100 ഇരട്ടി ലഭിക്കാതിരിക്കയില്ല. ഭവനങ്ങളും സഹോദരന്മാരും സഹോദരിമാരും മാതാക്കളും മക്കളും വയലുകളും അവയോടൊപ്പം പീഡനങ്ങളും വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനും. എന്നാൽ മുമ്പന്മാർ പലരും പിമ്പന്മാരും പിമ്പന്മാരിൽ പലരും മുമ്പന്മാരുമാകും. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ 2 വായനകളും നമുക്ക് നൽകുന്നത് പ്രതിഫല വാഗ്ദാനമാണ്. പ്രതിഫലം നമ്മളെല്ലാവരും ഇഷ്ടപ്പെടുന്നവരാണ്. ഇന്നത്തെ ആദ്യ വായനയിൽ നമ്മൾ കേട്ട ഒരു കാര്യമുണ്ട്. യേശുക്രിസ്തുവിന് സംഭവിച്ചത് ക്രിസ്ത്യാനികൾക്കും സംഭവിക്കും. യേശുക്രിസ്തു അവയെ എടുത്തതുപോലെ ക്രിസ്ത്യാനികൾക്ക് അവ എടുക്കാൻ പറ്റണം. വചനം വ്യക്തമാക്കുന്ന ഒരു കാര്യമാണ്. തലയ്ക്ക് എന്ത് സംഭവിച്ചോ ഉടലിനും അത് തന്നെ സംഭവിക്കും. തല ഉത്ഥാനം ചെയ്തു സ്വർഗാരോഹണം ചെയ്ത് സ്വർഗത്തിലെത്തിയെങ്കിൽ ഉടലിനും വരാനിരിക്കുന്ന ഒരു മഹത്വത്തെക്കുറിച്ചാണ് അത് സൂചിപ്പിക്കുന്നത്. അത് നമ്മുടെ വിശ്വാസമാണ്. യേശുക്രിസ്തുവിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, കാരണം കൂടാതെ അവൻ പീഡിപ്പിക്കപ്പെട്ടു. പാപമറിയാത്തവൻ പാപമായി മാറി. ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ബൈബിളിൽ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. അകാരണമായിട്ട് അവൻ പീഡിപ്പിക്കപ്പെട്ടു. ചില അവസരങ്ങളിൽ ക്രിസ്ത്യാനികൾ ഇത് പ്രതീക്ഷിക്കണമെന്ന്. നമ്മളിതിന് ഞാൻ എന്ത് ചെയ്തിട്ടാണ്? പ്രാർത്ഥിക്കാഞ്ഞിട്ടാണോ? ഞാൻ നന്മ ചെയ്യാഞ്ഞിട്ടാണോ? ഞാൻ ആരെയെങ്കിലും ദ്രോഹിച്ചിട്ടാണോ? അങ്ങനെയൊക്കെ ഉള്ള ചോദ്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഉയർന്നു വരാം. പക്ഷേ അകാരണമായി പീഡിപ്പിക്കപ്പെട്ട യേശുവിനെ അനുഗമിക്കുന്ന നമ്മുടെ ജീവിതത്തിലും ഒരു പക്ഷേ അപ്രതീക്ഷിതമായ അകാരണമായ നമ്മൾ അർഹിക്കാത്തതായ ചില സഹനത്തിൻ്റെ വഴികളിലൂടെ കടന്നു പോകേണ്ടി വന്നേക്കാം. പരിശുദ്ധ കന്യാമറിയത്തിൻ്റെ നെഞ്ചിൽ 7 വ്യാകുലവാള് കയറിയതായിട്ട് നമ്മൾ വിശ്വസിക്കുന്നുമുണ്ട്, അംഗീകരിക്കുന്നുമുണ്ട്. അതൊക്കെ നമ്മൾ ധ്യാനിച്ച് പ്രാർത്ഥിക്കുന്നുമുണ്ട്. ഈ മറിയം എന്ത് തെറ്റ് ചെയ്തിട്ടാണ്? അകാരണമായിട്ട് ഏൽപ്പിക്കപ്പെട്ട ഒരു സഹനമായിട്ട് നമുക്ക് അതിനെ കാണാൻ പറ്റും. പക്ഷെ അമ്മ അത് സന്തോഷത്തോടെ എടുത്തു. അതിൻ്റേതായിട്ടുള്ള അനുഗ്രഹം ലോകം മുഴുവനും ലഭിക്കുകയും ചെയ്തു. ഇന്നത്തെ ആദ്യ വായനയിൽ പത്രോസ്ലീഹ പ്രത്യേകം ഓർമ്മിപ്പിച്ച കാര്യം, നിങ്ങളെപ്പോഴും സ്വർഗത്തെക്കുറിച്ച് ചിന്തയുള്ളവരാണ്. ഈ ഭൂമിയിൽ സന്തോഷിക്കാൻ അവസരം കിട്ടുമ്പോഴും സ്വർഗത്തിൻ്റെ കാര്യം മറക്കരുത്. ഷോപ്പിങ്ങിന് പോകുമ്പോഴും സ്വർഗത്തിൻ്റെ കാര്യം മറക്കരുത്. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ കാര്യം മറക്കരുത്. മക്കളെ കെട്ടിക്കുമ്പോഴും വീട് വെക്കുമ്പോഴും സ്വർഗത്തിൻ്റെ കാര്യം മറക്കരുത്. നമ്മൾ സ്വർഗത്തിൽ പോകാനുള്ളവരാണ്. ആ നിത്യതയുടെ തണൽ വിട്ട് യാതൊന്നിലേക്കും പോകരുത് എന്നുള്ളത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന സന്ദേശമാണ്. കാരണം നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് നിത്യതയ്ക്ക് വേണ്ടിയാണ്. പ്രഭാഷകന്റെ പുസ്തകം 18:10 വായിച്ചാൽ അവിടെ പറയപ്പെട്ടിരിക്കുന്ന ഒരു സന്ദേശമുണ്ട്. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഈ ലോക ജീവിതം കടലിലെ ഒരു തുള്ളി വെള്ളം പോലെയാണ്. എന്നാ ഉണ്ടെന്ന് നമുക്കറിയാം. പറയുണ്ട്, ഇവിടെ നമുക്ക് 100 വയസ്സോ അല്ലെങ്കിൽ 110 വർഷം ജീവിക്കാൻ പറ്റിയാലും കടലിലെ ഒരു തുള്ളി വെള്ളം. നിത്യതയോട് തുലനം ചെയ്യുമ്പോൾ ഇക്കാര്യം മറക്കാതെ നിത്യതയുടെ തണൽ വിടാതെ നമുക്ക് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ പറ്റണം. അതാണ് ക്രിസ്തീയ ജീവിതം എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമാണ്. ലോകത്തിൻ്റെതായ ആകർഷണങ്ങൾ, സാത്താൻ കൊണ്ടുവരുന്ന പ്രലോഭനങ്ങൾ, നമ്മുടെ കൂട്ടുകാരും നാട്ടുകാരും ഒക്കെ വഴിതെറ്റിക്കാൻ നോക്കുന്ന അവസ്ഥകൾ, ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വരും. നമ്മൾ കാണുന്നുണ്ട്,
യേശുവിനെ വഴിതെറ്റിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പത്രോസിനെ പോലും നമ്മൾ കാണുന്നുണ്ട്. കർത്താവേ, നീ ജെറൂസലേമിലേക്ക് പോകരുത്, അവിടെ ചെന്നാൽ നിനക്ക് പീഡകളുണ്ടാവും, അവിടെ ചെന്നാൽ നിനക്ക് സഹനങ്ങളുണ്ടാവും, അവർ നിന്നെ ജയിലിലടച്ചേക്കാം, കൊന്നേക്കാം. എന്തിനാ ഇതെല്ലാം എടുത്ത് തലവെക്കുക? അപ്പം അതുകൊണ്ട് അങ്ങോട്ട് പോകാതിരുന്നാൽ മതി. ഇനി അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞത്, സാത്താനെ പുറകോട്ട് മാറ്, നീ എനിക്ക് പ്രതിബന്ധമാണ്, നിന്റെ ചിന്ത ദൈവികമല്ല, വെറും മാനുഷികമാണ്. അപ്പം അറിയണ്ടേ, സഹനത്തിൻ്റെ നടുവിലാണേലും സന്തോഷത്തിൻ്റെ നടുവിലാണേലും ദൈവിക ചിന്ത ഇല്ലാതെ പോയാൽ അത് നമ്മെ അപകടത്തിലെത്തിക്കും എന്നുള്ളത് കർത്താവ് നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. നമ്മുടെ സന്തോഷങ്ങളെ വിശുദ്ധീകരിച്ചെടുക്കാൻ നമുക്ക് സാധിക്കണം. സങ്കടങ്ങളിൽ നഷ്ടധൈര്യരാകാതിരിക്കാൻ നമുക്ക് സാധിക്കണം. ഇതിനെല്ലാം നമുക്ക് ആവശ്യമായിട്ടുള്ളൊരു കാര്യം ഇന്നത്തെ ആദ്യവായന പറയുകയാണ്, വിശുദ്ധ ജീവിതം, സ്വർഗീയോന്മുഖ ജീവിതം. അതുള്ളവർക്ക് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ അതിനെ അതിജീവിച്ച് മുമ്പോട്ട് പോകാനായിട്ട് സാധിക്കും. ഇന്നത്തെ സുവിശേഷ ഭാഗം നമുക്ക് തരുന്നത് പ്രതിഫല വാഗ്ദാനമാണ്. പത്രോസ് മുമ്പോട്ട് വന്ന് പറഞ്ഞൊരു കാര്യം, കർത്താവേ, നിന്നെ പ്രതി ഞങ്ങളെല്ലാം ഉപേക്ഷിച്ചു, ഞങ്ങൾക്കിനി ആകെ ഉള്ളത് നീ മാത്രം, നിന്നെ പ്രതി. അതിന് അതിന് മറുപടിയായിട്ട് കർത്താവ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എന്നെ പ്രതി ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പ്രതിഫലം കിട്ടിയിരിക്കും. നമ്മൾ കാണുന്നുണ്ട്, മത്തായി 10:40 മുതൽ വായിച്ചാൽ 1 ഗ്ലാസ് വെള്ളം കൊടുത്തതിന് പോലും പ്രതിഫലം ഉണ്ടാവും. അപ്പോൾ പിന്നെ അപ്പനെയോ അമ്മയെയോ വയലുകളെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കർത്താവിനെ പ്രതി ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിന് പ്രതിഫലമുണ്ട്. അതാണ് കർത്താവ് പഠിപ്പിച്ചത്. ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമാണ്, 3 ലെവലിലുള്ള പ്രതിഫലത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട്. പറയണ്ടേ, താഴത്തെ ലെവലിലുള്ള ഒരു കാര്യം മാത്രം അറിഞ്ഞ് നമ്മൾ പോയാൽ പോരാ. 3 ലെവലിൽ ആദ്യത്തെ ലെവലെന്ന് പറഞ്ഞാൽ ഇരട്ടി പ്രതിഫലം. നമ്മൾ കാണുന്നുണ്ടല്ലോ, ജോബിൻ്റെ പുസ്തകം വായിക്കുമ്പോൾ അതിൻ്റെ ആദ്യത്തെ അധ്യായവും അവസാനത്തെ അധ്യായം ഒന്ന് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നത് ജോബിന് വലിയ സമ്പത്തുണ്ടായിരുന്നു. 7000 ആട്, 3000 ഒട്ടകം, 500 ജോഡി കാള, അങ്ങനെ കുറേ സമ്പത്ത്. ഇതെല്ലാം നഷ്ടപ്പെട്ടിട്ട് ഒരാട്ടിൻകുട്ടിയും പോലും ഇല്ലാത്ത അവസ്ഥയിലെത്തി. ഇനി എന്നിട്ട് നമ്മൾ കാണുകയാണ്, ജോബ് പറഞ്ഞൊരു കാര്യം, ദൈവം തന്നു, ദൈവം എടുത്തു, ഞാനിതിൻ്റെയൊക്കെ മേൽനോട്ടക്കാരനാണ്, ഞാനിതിൻ്റെ ഒന്നും ഉടമയല്ല. അപ്പം അതുകൊണ്ട് ഉടമ തരാൻ ഇഷ്ടപ്പെട്ടാൽ തരട്ടെ, എടുക്കാൻ ഇഷ്ടപ്പെട്ടാൽ എടുക്കട്ടെ. കുലുങ്ങാതെ നിന്ന് ജോബിനെ കാണാൻ പറ്റും. കാരണം ജോബ് സമ്പത്തായി കണ്ടത് ആടുമാടുകളെയൊന്നുമല്ല. ഇന്ന് ചിലർ സമ്പത്ത് കാണുമ്പം സൃഷ്ടാവിനെ അങ്ങ് മറക്കും. നമ്മുടെ കണ്ണിൽ പിന്നെ ദൈവത്തിൻ്റെ ആ ഒരു മഹത്വം ദർശിക്കാനായിട്ട് നമുക്ക് പറ്റത്തില്ല. ഇനി കുറെ കൂടെ സമ്പാദിക്കാൻ പറ്റുമെങ്കിൽ അതിലേക്ക് നമ്മുടെ ശ്രദ്ധ വിട്ടേക്കാം എന്ന് വിചാരിക്കും. അങ്ങനെ ദൈവത്തെ മറന്ന് സമ്പത്ത് ദൈവമായി കാണുന്നവരുണ്ട്. ജോബിന് അങ്ങനെ സംഭവിച്ചില്ല. ജോബ് പറഞ്ഞത്, അത്യുന്നതനായ ദൈവമാണ് എനിക്ക് വിലപ്പെട്ട സ്വർണവും വെള്ളിയും, അവനിൽ ഞാൻ ആനന്ദിക്കും. സമ്പത്തിൻ്റെ നടുവിലും ദാരിദ്ര്യത്തിൻ്റെ നടുവിലും ദൈവത്തിൽ ആനന്ദിക്കാൻ സാധിച്ച ഒരു വ്യക്തിയാണ് ജോബ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. 42-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നത്, ജോബിനെ പരിഹസിച്ച വ്യക്തികളുണ്ടായിരുന്നു, ജോബിനെതിരെ ചിന്തിച്ച വ്യക്തികളുണ്ടായിരുന്നു. അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്ന ജോബിനെ കാണാൻ പറ്റും. ഇനി അവിടെ പറഞ്ഞിരിക്കുകയാണ്, അപ്പോൾ ജോബിൻ്റെ ഐശ്വര്യം ദൈവം പുനഃസ്ഥാപിച്ചു. ഇനി അത് എടുത്തിടത്തോളം തിരിച്ചു കൊടുത്തൊന്നുമല്ല. നമ്മളൊക്കെ ആണെങ്കിൽ നമുക്ക് കടം വാങ്ങിച്ചത് കുറേ നാളുകളായിട്ട് കഴിഞ്ഞ് കിട്ടുമ്പോഴാണേലും ഒരുപക്ഷെ നമുക്ക് ചിന്തയുണ്ട്, അതിനകത്തുനിന്ന് കുറച്ചുകൂടി ഒരു പലിശയും കൂട്ടുപലിശയൊക്കെ ചേർത്ത് തരാൻ മേലായിരുന്നു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ചെല്ലാതൊന്നും ചെയ്തൊന്നും വരില്ല. ഇവിടെ നമ്മൾ കാണുകയാണ്, ജോബിന് ദൈവം കൊടുത്തത് ഇരട്ടിയായിട്ടാണ്, നഷ്ടപ്പെട്ടതെല്ലാം ഇരട്ടിയായിട്ട്. കാരണം നഷ്ടപ്പെട്ടപ്പോൾ ആ നഷ്ടം എടുക്കേണ്ടതുപോലെ എടുത്തു. പ്രഭാഷകൻ 35 വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ഒരു കാര്യമുണ്ട്, 7 ഇരട്ടി പ്രതിഫലം. നീ കർത്താവിന് നൽകുന്ന ആദ്യ ഫലം, അങ്ങനെ ഒരു കൾച്ചർ ഉണ്ടായിരുന്നു. എന്തുണ്ടായാലും ആദ്യത്തേത് അത് ദൈവത്തിനുള്ളത്. ആദ്യ ഫലം നൽകുമ്പോൾ നീ സന്തോഷത്തോടെ അത് ചെയ്തോ, മുഖം പാടാതെ ചെയ്തോ, അതിന് പ്രതിഫലം ഉണ്ടാകുമെന്ന് പറഞ്ഞു. ദശാംശം അത് ദൈവത്തിനുള്ളതാണ്, അത് സന്തോഷത്തോടെ നീ കൊടുത്തോ. എന്നിട്ട് അതിന് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് എന്താ? 7 ഇരട്ടി പ്രതിഫലം.
7 ഇരട്ടി. 10 കൊടുത്താൽ 70 കർത്താവ് നമ്മുടെ കയ്യിൽ ഇട്ടു തന്നിരിക്കും. അതാണ് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. മൂന്നാമതൊരു ലെവലുണ്ട്. അതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്ത് നമ്മൾ കണ്ടത്, 100 ഇരട്ടി പ്രതിഫലം. അപ്പോൾ കർത്താവിനെ പ്രതി നമ്മൾ എന്ത് ചെയ്താലും, കർത്താവിനെ പ്രതി നമ്മൾ എന്ത് കൊടുത്താലും അതിന് ദൈവം വാഗ്ദാനം ചെയ്തിരിക്കുന്നത് 100 ഇരട്ടി പ്രതിഫലമാണ്. ഇതറിയാൻ മേലാത്തതുകൊണ്ടാണ് ചിലര് ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുത്താൽ എനിക്ക് കുറവ് വരും, എനിക്ക് എൻ്റെ ഇപ്പോൾ ഉള്ളത് കുറഞ്ഞു പോകുമെന്നുള്ള ആ ഒരു മാനുഷിക ചിന്ത. പക്ഷെ ദൈവിക ചിന്തയിലേക്ക് വരുമ്പോൾ അവിടെ കിട്ടുന്ന പ്രതിഫലം വളരെ വലുതാണ് എന്നുള്ളത് നാം തിരിച്ചറിയണം. ഈ ഒരു കാഴ്ചപ്പാട് നമുക്കുണ്ടാകേണ്ടത്, ഈ ഒരു അറിവ് നമുക്ക് ലഭിക്കേണ്ടത് ബുദ്ധിയുടെ തലത്തിലല്ല, ഹൃദയത്തിൽ, ദൈവാനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ അത് ഏറ്റെടുത്ത് അതനുസരിച്ച് ജീവിതത്തിൽ മുമ്പോട്ട് പോകാൻ വേണ്ട കൃപയ്ക്കും അനുഗ്രഹത്തിനുമായിട്ട് ഇന്നത്തെ ബലിയിൽ ദൈവത്തോട് നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം.